O Rika Rabisia and Raraba Shandaraba. O Rika Laba Rathara Laba. Kartave Rika Rabisia and you are our protector from harm, Daddy. You are our faithful redeemer. Kudaraga Sandarabara. You are our light on the path, Daddy. Daddy, you are our balm of healing. You are our defender in the battle. You are our mighty warrior. You are our Lord of hosts. You are our sure foundation. Aprala Rasika Rabba. Oh, Rika Rabisia Naraba Shandaraba. You are our provided need, Daddy. You are our sustaining weaknesses. Aprala Shandar. You are our refuge from the enemy. You are our fortress of peace. You are our banner of victory, Daddy. Thank you, Jesus, for this wonderful evening, Daddy. Thank you, Jesus, for this supernatural miracle Google prayer meeting, Daddy. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ ശുശ്രൂഷിക്കുന്ന ദാസൻ സിജോന്റെ പാസ്റ്ററെ തൃപ്പാത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സിസ്റ്ററെ, കുടുംബങ്ങളെ, ആളിലെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, മിനിസ്ട്രി എല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങളിൽ ശക്തമായി കർത്താവേ ദാസൻ ഉപയോഗിക്കപ്പെടുന്നതിനായി സ്തോത്രം. പുതിയ വഴികൾ മകന് വേണ്ടി കർത്താവ് തുറക്കുന്നതിനായി സ്തോത്രം. ശുശ്രൂഷയുടെ മേഖലകളിൽ കർത്താവ് ഉന്നതങ്ങളിലേക്ക് ദിവസങ്ങളിൽ കർത്താവ് ഉയർത്തുന്നതിനായി സ്തോത്രം. കർത്താവെ കുടാരക സ്യാന്തരേബി രോഗികൾ ഇന്ന് കടന്നു വരുമ്പോൾ അപ്പാ അവരെ സൗഖ്യമാക്കണമേ. ആശ്വാസം വേണ്ടവർക്ക് ആശ്വാസം നൽകണമേ കർത്താവേ. ഓ ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ടുള്ളവർ കടന്നു വരുമ്പോൾ Daddy, let your heart let your touch, hallelujah, let them feel them, hallelujah, let them feel your comfort, let them feel your presence, let them feel your peace, Daddy. Whatever they need, Daddy, whatever they desire, Daddy, oh give them. കർത്താവ് സകലതിനാലും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആ സ്പിരിറ്റ് വെള്ളത്തിൽ നിന്ന് കർത്താവേ അവരുടെ ജീവിതത്തിലേക്ക് അത് തുറന്നു കൊടുക്കുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതായി ഈ ഫെബ്രുവരി മാസത്തിൽ ഹല്ലേലൂയ. ഓ 5 ദിവസം ഈ നിമിഷം വരെ ഞങ്ങളെ നടത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൂരിൽ താഴ്വരി കൂടി നടന്നപ്പോൾ കർത്താവേ കുദാരക സന്ദരബര ദീനലവ ശംദരവേ പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോൾ ഞങ്ങളെ താങ്ങി നിർത്തിയ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച കർത്താവ് ജീസസ്, we praise you, we lift up your name Jesus. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഏരിയകളിലും ഞങ്ങൾ എന്തെല്ലാം പ്രാപിക്കുന്നു അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിലായി എന്റെ കർത്താവിന്റെ രാജ്യത്തിനായി തീരുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയനെയും കുഞ്ഞിനെയും ശിവരക്താൽ മറയ്ക്കുന്ന കർത്താവേ, എല്ലാ കുടുംബങ്ങളെ യേശുക്രിസ്തു രക്താൽ കവർ ചെയ്ത് മുദ്രയിടുന്നു കർത്താവേ. നെറ്റ്വർക്ക്, ഹല്ലേലൂയ, ഞങ്ങളുടെ ലാപ്ടോപ്സ്, ഞങ്ങളുടെ മൊബൈൽസ്, everything we are covering under the blood of Jesus. Abdullah, we are covering our house under the blood of Jesus. Urabi kalabi korosi andaraba risi andaraba. Whoever enters this hallelujah Google meeting should be blessed, Daddy. Let us hallelujah fill with their showers of blessing this night, Daddy. Let supernatural miracles happen, Daddy. Ori karabisi andaraba shandaraba. What is hindering, whatever things that is hindering this meeting, whatever that is coming against this meeting, I break it in the mighty name of Jesus Christ. ഓ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സുരക്ഷിത വലയത്തിൽ ഞങ്ങൾ ആക്കിയിരിക്കുന്നതിനായി സ്തോത്രം. സകല ആദിയോടെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയാചനയും അപ്പച്ച കേട്ട കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചിരുന്ന യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നമുക്ക് കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കാമല്ലോ.
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സൂപ്പർ നാച്ചുറൽ ഗൂഗിൾ പ്രയർ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന എല്ലാവരെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടാൻ പോവുക. വി ആർ ഓൾറെഡി ബ്ലെസ്ഡ്, ദാറ്റ് ഈസ് ഇറ്റ്, ബട്ട് ഗോഡ് ഈസ് going to open some special things in our lives today night. അതൊക്കെ വിശ്വസിക്കുന്നവർ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അധലാപരസ്യാന്തര ചിലതൊക്കെ കരങ്ങൾ കൊണ്ട് നമ്മൾ പിടിച്ചെടുക്കാൻ പോവുക. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് കപ്പാ ഞങ്ങളെ നിറച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു.
ഒന്നേയുള്ളെനിക്കാനന്ദ ഉലകിൽ യേശുവേ സന്നിധി അണയുവതേ. അന്നേരം ബബമാനസഗീതം നന്നായകലും വെയിലിൻ ഹിമമ്പോൾ. ഒന്നേയുള്ളെനിക്കാനന്ദ ഉലകിൽ യേശുവേ സന്നിധി അണയുവതേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവിൻ്റെ മാറിൽ ചാർന്നിരുന്ന് ഹല്ലേലൂയ ചാരിയിരുന്ന് കർത്താവിൻ്റെ ആ ചൂടേറ്റ് കിടക്കുവാൻ എത്ര പേർക്ക് കൊതിയുണ്ട്. കർത്താവിനോടുള്ള ദാഹം എത്ര പേർക്കുണ്ട്. ഉടാടകതികസ്യ അവൻ എന്നിൽ വളരേണം, ഞാനോ കുറയണം. ആ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന മാനിനെ പോലെ നമ്മളായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. കുരുകിലും മീവിലും എല്ലാം വീട് കൂട്ടുന്നത് ഉടാടകതികസ്യ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുകളിലാണ്. അവർ എത്രയധികം സന്തോഷിക്കുന്നു. എത്ര കണ്ണുനീരിന്റെ താഴ്വരയിലാണെങ്കിലും ഹല്ലേലൂയ നമ്മളെ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നമ്മളോട് പറയുവാണ്, കർത്താവിന്റെ കൃപ മഴയായി നമ്മുടെ മേൽ ഒഴുകുകയാണ്. ഉദാരഗതികസ്യ ഇത്ര പേരത് വിശ്വസിക്കുന്നു. ഉദാരഗതേ സിഗൂരബരബര ശന്തരടബേ ഉടമരാദിഗൂടമരഗുടഗരഗശകലഗതിഗരാമരഗാരഗതേ. നമുക്ക് വേഗം ഒരു വചനത്തിലേക്ക് കടക്കാം. കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ട്. ശക്തവേറെ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോവാ. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നമ്മുടെ നടുവിൽ നടക്കാൻ പോവാ. ഞാൻ വേഗം ഒരു വചനം വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചിട്ട് ഭയങ്കര ദൈവസാന്നിധ്യം ഇവിടെ ഇറങ്ങുവാണ്. നിങ്ങളത് അനുഭവിക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. പാസ്റ്റർ സിജോ ആന്റണി നമ്മുടെ നടുവിലുണ്ട്. വേഗം ഞാൻ കർത്താവിന്റെ കരകളിലേക്ക് കൊടുക്കുമായിരിക്കും. ഞാൻ വേഗം വചനം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ദൈവമക്കളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവം നീതീകരിച്ചവനെ ആരാണ് കുറ്റം വിധിക്കുന്നത്? ഉടാരക സ്യാന്തരാബ എന്ന ചോദ്യത്തിന് ക്രിസ്തുവോ എന്ന് ചോദിച്ചിട്ട് റോമാലേഖനത്തില് പൗലോസ് എഴുതുകയാണ്, കുടാരക സന്ദർഭ, ദൈവം നീതീകരിച്ചവനെ ക്രിസ്തു കുറ്റം വിധിക്കുകയില്ല. ഒരുപക്ഷെ ശത്രു വന്ന് നമ്മുടെ ചെവിയിൽ പറയുമായിരിക്കും, നമ്മളെ കുറ്റക്കാരാണ്, ഉടാരക നിന്റെ മേൽ പല കുറ്റങ്ങളുണ്ട്, നിനക്ക് നിന്റെ കുറ്റങ്ങൾ കൊണ്ടാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്. എന്നാൽ വചനം നമ്മളോട് പറയുന്നു, യേശു ക്രിസ്തുവാണ് നമ്മളെ നീതീകരിച്ചത്. ഉടാരക സന്ദര ക്രിസ്തു നീതീകരിച്ചവരെ ആർക്കും കുറ്റം വിധിക്കുവാൻ കഴിയത്തില്ല. ദൈവമക്കളെ, യേശു ക്രിസ്തുവാണ് നീതീകരണത്തിന് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. യേശു പിതാവിന്റെ മഹിമയുടെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സത്യം നിങ്ങൾ കേട്ടോളൂ. യേശു ഒരു നാളും നമ്മളെ കുറ്റം വിധിക്കുകയില്ല. നീതീകരിക്കേണ്ടതിനും നീതീകരിക്കപ്പെട്ടവൻ തേജസ്കരിക്കപ്പെടേണ്ടതിനും അവർ മഹത്വീകരണം പ്രാപിക്കേണ്ടതിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടിയാണ് യേശു ക്രിസ്തു പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കണമേ.
അപ്പം നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മധ്യസ്ഥ അണയുന്നത് എന്തിനാണ്? നീതീകരിച്ചവർ, നമ്മൾ നീതീകരിച്ചവരാണ്. നമ്മൾ ഇനി തേജസ്കരിക്കപ്പെടേണ്ടതിനും നമ്മളെ മഹത്വീകരണം പ്രാപിക്കേണ്ടതിനും നമ്മുടെ നിലനിൽപ്പിനും കർത്താവിന്റെ വരവരെ നമ്മളെ ഹല്ലേലൂയ കൃപയിൽ നിർത്തുവാൻ, വിശ്വാസത്തിൽ നിർത്തുവാൻ വേണ്ടി യേശു ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നു. അവൻ മാത്രമാണ് ഏക മധ്യസ്ഥൻ. ഈ ലോകത്തിലുള്ളത് ഒരുവനും മധ്യസ്ഥനല്ല ദൈവമക്കളെ. പൗലോസ് പിന്നെ എഴുതുവാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. 1 തിമോത്തിയോസ് 2:5 നമുക്കത് കാണാം. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ സമയത്ത്. നമ്മളെ രക്ഷിക്കപ്പെട്ടവർക്ക് ആക്ച്വലി നമുക്കൊരു മധ്യസ്ഥൻ നമുക്കറിയാം, വചനമെല്ലാം അറിയാവുന്നവരാണ് നമ്മള് പലപ്പോഴും നമ്മളൊക്കെ മധ്യസ്ഥൻ യേശു കർത്താവാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ പലപ്പോഴും മധ്യസ്ഥരായി പിടിക്കുന്നത് പാസ്റ്റർമാരെയാണ്, അല്ലെങ്കിൽ പാസ്റ്റർമാരെയാണ്, കുദാരക സന്തരെ പ്രവാചകന്മാരെയാണ്. എന്ന് പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നല്ല കർത്താവ് പറയുന്നത്, നമ്മുടെ വിഷയത്തിന് നമ്മളെ മുട്ടുമടക്കിയാൽ കർത്താവ് നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും. ഒരുപക്ഷെ ചില പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നത് കർത്താവിന് നമ്മളെ ആ തേജസ്കരണത്തിലേക്ക് നമ്മളെ നടത്താനാണ് ദൈവമക്കളെ. പലപ്പോഴും നമുക്കത് മനസ്സിലാവത്തില്ല. ശരിയാണ്, ഞാനും ഉൾപ്പെട്ട് ഞാനും പറയുവാണ്, പലപ്പോഴും പല വേദനകളും നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറം പോകുന്നുണ്ട്. വചനം എഴുതിയിട്ടുണ്ട്, നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറം നമുക്ക് ഹല്ലേലൂയ ഭാരം കർത്താവ് തരത്തില്ല. കർത്താവ് അധികമായി ഉപയോഗിക്കുന്ന വെസലിനെ, മാനപാത്രത്തിനെ കർത്താവ് ഒരുപാട് ഉടയ്ക്കും ദൈവമക്കളെ. നീ ഒരുപാട് ഉടയപ്പെടുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, നിന്നെ കൊണ്ട് കർത്താവിന് അധികമായി ഉപയോഗമുണ്ട്. ശത്രു നിന്നോട് പറയും, നിന്റെ പ്രാർത്ഥനയൊന്നും കർത്താവ് കേൾക്കത്തില്ല, കാരണം നിന്റെ ചില കുറവുകളുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരാത്തതെന്ന്. ജീസസ് ഉദാരക സന്ദരേ, അത് ആത്മാവിൽ നിങ്ങൾ അങ്ങ് ചിരിച്ചു കളയണം. എന്നിട്ട് പറയണം, എന്റെ കർത്താവിനെ നീതീകരിച്ചതാ. ക്രിസ്തു നീതീകരിച്ചവനെ ആർക്കും കുറ്റം വിധിക്കാൻ കഴിയുകയില്ല. എനിക്കും ദൈവത്തിനും തമ്മിൽ എന്തെങ്കിലും എന്റെ കുറവുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, ഞാനത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, തമ്പുരാന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി വെടിപ്പാക്കി മാറോട് ചേർക്കുന്ന ഒരു കർത്താവിനെ അത്രേ ഞാൻ സേവിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തില് എന്താ പറയാ, മഹാപാപപരിഹാര പെരുന്നാൾ ദിവസമുണ്ട് അല്ലെ. മഹാപുരോഹിതൻ ജലത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. മനുഷ്യർക്ക് വേണ്ടി ദൈവം മുമ്പാകെ മധ്യസ്ഥം നിൽക്കുമായിരുന്നു. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ കാണാം, തന്റെ മാർവിടത്തെ ധരിച്ചിരിക്കുന്ന മാർപതക്കത്തിൽ ഇസ്രയേലിന്റെ 12 ഗോത്രങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇസ്രയേൽ മഹാപുരോഹിതൻ ഇസ്രയേലിലെ സകല ഗോത്രങ്ങളെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നതിനെയാണ് അത് കാണിക്കുന്നത്. എത്ര പേർക്ക് ഈ കാര്യം അറിയാമായിരുന്നു? എന്നെ കേൾക്കുന്നവർക്ക്. പണ്ടെങ്കോ ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ കേട്ട ഒരു കാര്യമാണ്. എനിക്കറിയത്തില്ലായിരുന്നു.
ആ പടമൊക്കെ വെച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അത് വലിയ സ്റ്റോണൊക്കെ വെച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സാധനം കെട്ടുമല്ലോ, നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടായിരിക്കും. പുരോഹിതരെ കാണാൻ നല്ല ഭംഗിയായിട്ട് അത്രയും കൃപാസനത്തിൽ ആ വലിയ വിശുദ്ധ സ്ഥലത്ത് കയറുന്നതല്ലേ, അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതാണ് ദൈവമക്കളെ, ആ 12 ഗോത്രങ്ങളുടെയും പേര് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ആ 12 ഗോത്രങ്ങളെയും വഹിച്ചുകൊണ്ട് ആ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത്. മഹാപുരോഹിതന്റെ 2 തോളുകളിൽ നമുക്ക് കാണാം, 2 ഗോമേതക കല്ലുകളിൽ ഓരോ തോളിലും ആ 2 തോടുകളിലും ഹല്ലേലൂയ 6 ഗോത്രങ്ങളുടെ പേര് വീതം എഴുതിയത് വഹിച്ചുകൊണ്ട് മധ്യസ്ഥനായി നിൽക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ മഹിമയുടെ വലത്തുഭാഗത്ത് താൻ നീതീകരിച്ച് ഏവരെയും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവരെ തൻ്റെ ബലമുള്ള തോളിൽ ചുമന്നുകൊണ്ട് പക്ഷവാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ഈ സത്യം അറിയാമായിരുന്നു? ആ സത്യം അറിയാമായിരുന്നവർ പ്ലീസ് ഒരു എന്താ പറയാ, ഒരു ഹാൻഡ്, ഒരു തമ്പ് കാണിച്ചേ. സോ ഇതെല്ലാവരും ആദ്യമായിട്ടാണ് കേൾക്കണേ അല്ലേ? ഉദാരക സന്ദരബേ. സത്യം പറഞ്ഞ എനിക്കും ആദ്യമൊന്നും ഇതൊന്നും അറിയത്തില്ലായിരുന്നു. കുടാരക സന്ദരബ പുരോഹിതന്റെ കോട്ട് പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബ്രസ്റ്റ് പ്ലേറ്റ് പോലെ നിറയെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റോൺസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തോളിലും അതുപോലെ കണ്ടില്ലേ, ഗോമേതകത്തിന്റെ സ്റ്റോൺ ആണ് വെച്ചേക്കണേ. അപ്പൊ ഇതിന്റെ ഒന്നും അർത്ഥം എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇത് പഴയ നിയമത്തിൽ അതിന്റെ പൊരുളാണ്, അതിന്റെ നിഴലാണ്, അതിന്റെ പൊരുളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മൾ പുതിയ നിയമത്തിൽ യേശു കർത്താവ് നമ്മളെ ഓരോരുത്തരെയും, നമ്മളെ കർത്താവ് നീതീകരിച്ച നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അധരാപര ശന്തരവേ, ഇന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ടാണ് പക്ഷവാതം കഴിക്കുന്നത്. നമുക്കറിയാം 110-ാം സങ്കീർത്തനം അല്ലേ? 110-ാം സങ്കീർത്തനം ധ്യാനിച്ചിട്ടുള്ളവർക്ക് അറിയാം. അത് മഷിഹ സങ്കീർത്തനം എന്നാണ് ഈ 110-ാം സങ്കീർത്തനത്തെ കുറിച്ച് പറയണേ. ഹല്ലേലൂയ. അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠ വാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കാം. നമ്മൾ തിരിച്ചത് മാർക്കോസ് സുവിശേഷം നോക്കുമ്പോൾ മാർക്കോസിന്റെ 16-ാം അധ്യായത്തിൽ നമുക്ക് സെയിം വേർഡ് കാണാം. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു. അപ്പൊ രാജാവിന്റെ വലത്ത് ഭാഗം എന്താണ് കാണിക്കുന്നത്? ബഹുമതിയുടെ സ്ഥാനമായ രാജകീയ അധികാരത്തെയാണ് കാണിക്കുന്നത്. കുടാരക സന്ദരവേ, ഉരാറ മഹത്വത്തിന്റെ സ്ഥലമായി കരുതിയിരുന്നു. സ്വർഗത്തിൽ ഉന്നത അധികാരത്തിന്റെ ശക്തിയുടെ സ്ഥാനത്ത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവ് ഇരിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു. നമ്മളെ ഹെവൻലീസില് നമ്മളെ ഇരുത്തപ്പെട്ടിരിക്കുന്നു, നമ്മളും ആ വലത്ത് ഭാഗത്തിരിക്കുന്നു. നമുക്ക് എത്ര വലിയ പദവിയാണ് ദൈവമക്കളെ കിട്ടിയിരിക്കണേന്ന് നമുക്ക് അറിയൂ. സ്വർഗത്തിൽ ഉന്നത അധികാരത്തിന്റെ ശക്തിയുടെ സ്ഥാനത്ത് നമ്മുടെ വീണ്ടെടുപ്പുകാരന ഉയർത്തെഴുന്നേറ്റ് ഇരുത്തപ്പെട്ടിരിക്കുന്ന ആ സ്ഥാനത്ത് നമ്മളും ഇരിക്കുമെന്ന് ഓർക്കണം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ കർത്താവ് പോയിരിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇതിലാരെങ്കിലും കർത്താവിനെ ഇതുവരെയും സ്വന്തം രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്നാണ് ആ സുപ്രധാന ദിവസം. ഇന്ന് കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ പാപിയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. അങ്ങയുടെ യാഗത്തിൽ, അങ്ങ് കാൽവരി ക്രൂശിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യാഗമായത്. അങ്ങയുടെ തിരുരക്താൽ എന്നെ കഴുകണമേ. എന്നെ അങ്ങയുടെ മകളാക്കി
തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് സ്വർഗത്തിലെ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കും. ഉദാരക സന്തര നിങ്ങൾ സ്വർഗത്തിലെ കർത്താവിന്റെ മകനായിത്തീരും, മകളായിത്തീരും. സ്വർഗത്തിൽ ഹല്ലേലൂയ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ യേശു കർത്താവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് ഇരിക്കാനുള്ള പദവി ലഭിക്കും, നമുക്ക് സ്വർഗം ലഭിക്കും, നമുക്ക് നിത്യജീവൻ ലഭിക്കും. ഉദാരക ദിഗസ്യാന്തരാലവ ശന്തരമേ നമ്മളെ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞിരിക്കും രാജകീയ പുരോഹിത വർഗമാണ് നമ്മള്. വി ആർ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്. പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം കിങ്ങിന് ഒരു ശുശ്രൂഷയാണ്, അതായത് രാജാവ് വാഴുക, കൊട്ടാരത്തിലിരുന്ന് വാഴുക, ദാറ്റ്സ് ഓൾ. പുരോഹിതന് ടെമ്പിളില് പുരോഹിത ശുശ്രൂഷ, നമ്മളിപ്പോൾ വായിച്ചതുപോലെ പുരോഹിത ശുശ്രൂഷയാണ് ഉള്ളത്. പക്ഷെ പുതിയ നിയമത്തിൽ കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച ദൈവമകനും ദൈവമകളും രാജകീയ പുരോഹിത വർഗമാണ്. നമ്മൾ രാജാവായി വാഴുകയും വേണം, നമ്മൾ പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും വേണം. അഥലബരവ ശന്തലബ ഉടമനധികരമനഗുഡ ഗരകശന്തരബ ശന്തരേ കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. അപ്പോൾ പിതാവിന്റെ മഹിമയുടെ വലത്ത് ഭാഗത്ത് യേശു ഇരിക്കുന്നത് നമ്മെ രക്ഷിക്കാനുള്ള യേശുവിന്റെ ശക്തിയെ, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാനുള്ള നമ്മുടെ കർത്താവിന്റെ ആഗ്രഹത്തെ വ്യക്തമാക്കുന്നു. എന്താണ് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒന്ന്, യേശുവിന്റെ പവർ, യേശുവിന്റെ ശക്തി. അഥലവ നമ്മളെ ഏത് വിഷയത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ യേശു കർത്താവ് മതിയായവരാണ്, ശക്തിയുള്ളവരാണ്. ഉദാരക സന്തരമേ ഊരാശിയ ഒരു ശത്രുവിന് നമ്മളെ തൊടുവാൻ കഴിയത്തില്ല എന്ന് കാണിക്കുന്നു. മറ്റൊരു കാര്യം എന്താണ്? നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. ഉദാരക സന്തരമേ പിതാവേ. അതാണ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിന് 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയേക്കണേ, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. യേശു കർത്താവിന്റെ ആഗ്രഹം അതാണ് ദൈവമക്കളെ. യേശു കർത്താവിനോട് കൂടെ നമ്മൾ ഉണ്ടായിരിക്കണം. ആരും നഷ്ടമായി പോകരുത്, ഒരാട് പോലും നഷ്ടപ്പെട്ടു പോകരുത്, ഒരു മകൻ പോലും നഷ്ടമായി പോകരുത്, ഒരു മകള് പോലും വിശ്വാസത്തിൽ നിന്ന് വീണ് പോകരുത്, ഒരു മകനെയോ മകളെയോ ദുഷ്ടൻ തൊടരുത്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഴിക്കുന്ന മധ്യസ്ഥതയെ കുറിച്ച് നമ്മൾ എബ്രായലേഖനം നമുക്കറിയാം 7-ാം അധ്യായത്തിന്റെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇവനോ എന്നേക്ക് ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ഹല്ലേലൂയ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇന്ന് രാത്രി നമ്മൾ ഉറക്കണം ദൈവമക്കളെ, നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ യേശു കർത്താവ് സ്വർഗത്തിലുണ്ട്, അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഒരു സഹോദരിക്ക് വേണ്ടി ഇപ്പോൾ കുറച്ചു മുന്നേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഒരുപാട് ചീറ്റിങ്സിലൂടെ കടന്നുപോയി. അവർ ഒരുപാട് പേര് വഞ്ചിച്ചു. കുദാരക സന്ദർഭ ഫാമിലിയെ വഞ്ചിച്ചു, ഫൈനാൻഷ്യലി വഞ്ചിച്ചു. കുദാരക സന്ദർഭേ ഉടാരക ദിഗസ്യ അവർ ദൈവമകളാണ്. എന്നിട്ട് പോലും ഉടാരക സന്ദർ അവരെ ദൈവം അവരെ കൂടുതലായി സ്നേഹിക്കുന്നു. അവരെ പൂർണ്ണമായി കർത്താവ് ഈ ദിവസങ്ങൾ വിടുവിച്ച് കൊണ്ടുവരും. കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഒരു പരിധിക്കപ്പുറം നമ്മളൊന്നും കണ്ണീരൊഴുക്കാൻ, നമ്മൾ വേദനിക്കാൻ അപ്പന് സഹിക്കത്തില്ല ദൈവമക്കളെ. ഉടാരകതികേശ്യാന്തരാരവശന്തരവെ ആ മഞ്ചം കൊണ്ടുപോയ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നതാണ്. ഉള്ള ഭർത്താവ് മരിച്ചു, ആ ഉണ്ടായിരുന്ന മകനും മരിച്ചു. മകന്റെ മഞ്ചലും ഹല്ലേലൂയ പോകുമ്പോൾ ആ അമ്മയുടെ കണ്ണുനീര് കണ്ട് യേശു കണ്ണുനീരൊഴുക്കി. ജീസസ് നമ്മുടെ കണ്ണുനീര് കാണുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. എത്ര ഞരങ്ങി പലപ്പോഴും ഹല്ലേലൂയ നമ്മളൊക്കെ എത്ര ഭാരമുണ്ടെങ്കിലും ഉടാരക സന്ദർഭം നമ്മളെല്ലാം അമക്കി ആരോട് പറയാതെ ഉടാരക സന്ദർഭ ആ ഭാരം
ഇന്ന് കർത്താവിന്റെ പാദത്തിൽ ഇറക്കി വയ്ക്കാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ വചനത്തിന്റെ ഇതിന്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് വീക്ക് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്ന സമയമായി. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കും. തീർച്ചയായും പരിശുദ്ധാത്മാവ് ദേവദാസനിലൂടെ ഇന്ന് രാത്രി നമ്മളോട് വീണ്ടും ഇടപെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിന്റെ ദാസന്റെ കരുത്തി കൊടുക്കാം. ഉടാരഗതികേശ്യാന്തരം കർത്താവേ, അടികളോട് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ വചനത്തിലൂടെ അങ്ങ് സംസാരിച്ചുവല്ലോ പരിശുദ്ധാത്മാവ്. ഹാലേലുയ, ഞങ്ങളെ ഹാലേലുയ പല കാര്യങ്ങൾ ഓർപ്പിച്ചതിനായി നന്ദി. യേശു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നതിനായി സ്തോത്രം. ഏക മധ്യസ്ഥൻ യേശു കർത്താവ് അത്രേ. ഈ ലോകത്തിലെ ഒരു മനുഷ്യനോ ഒരു വ്യക്തിയോ ഒന്നും നമ്മുടെ മധ്യസ്ഥനല്ല. ഉദാരക സന്ദർഭ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഇടിവിൽ നിന്ന് മധ്യസ്ഥ ചെയ്യുന്നത് കൊണ്ട് എന്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് അത്രേ സ്വർഗത്തിലെ കർത്താവ് പറഞ്ഞത്, പിതാവായ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ അത്രേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കുദാരക സന്ദർഭ ഈ വർഷങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠദാസൻ സിജോ ആന്റണി പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. ശക്തമായി ഇന്ത്യയിലും പുറത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസനാണ്. നമ്മളെല്ലാം പ്രാർത്ഥനയോടിരുന്ന് ദൈവം എന്താണ് കർത്താവ് ദാസനിലൂടെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ കൂടി ആയിരുന്നാട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ ഗൂഗിൾ പ്രയർ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ ശുശ്രൂഷിച്ചാലും പാസ്റ്റർ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഹോസ്റ്റ് ചെയ്യുന്ന ഇന്ദുലേഖ ആന്റി